ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് തിരക്കാണ്. ഞാൻ ഒരുപാട് യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. എനിക്ക് വീട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, വീട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കൗട്ടുകൾ ചെയ്യാനെങ്കിൽ ഞാൻ ചെയ്യാം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണെങ്കിൽ മാത്രമല്ല, നിങ്ങളുടെ ഉള്ള സ്ട്രെങ്ത്തിനെ കീപ്പപ്പ് ചെയ്യാനും നിങ്ങളുടെ ഉള്ള മസിൽ മാസിനെ കളയാതെ അത് സ്ട്രെങ്തൻ ചെയ്യാനും ആ ഒരു സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഒക്കെ കീപ്പപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബാൻഡ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ചും നിങ്ങളുടെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ, അച്ഛനമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ബാൻഡ് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ അവർ ആ സ്ട്രെങ്ത് ആ സ്റ്റെബിലിറ്റി ഒക്കെ കീപ്പപ്പ് ചെയ്യാൻ പറ്റും. ലോങ് ലൈഫിലേക്ക് അത് ഭയങ്കര സെറ്റാണ് യഥാർത്ഥത്തിൽ. ഇത് തീർച്ചയായിട്ടും കാണുമ്പോൾ വളരെ എളുപ്പമാണ്. ഈ ഒരു ബാൻഡ് നമുക്ക് കൊണ്ട് നടക്കാനും വളരെ എളുപ്പമാണ്. നമുക്ക് ഏത് യാത്രയിലാണെങ്കിലും ഡംബിൾസ് പോലെ വെയിറ്റ്സ് ഒന്നും വെച്ചിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ ഒരു ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് യാത്രയിലായാലും ഓഫീസിലോ നമ്മൾ എത്ര തിരക്കാണെങ്കിലും ഒരു 20 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ എല്ലാം മേജർ മൈനർ മസിലുകളെ എല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഈ ഒരു ബാൻഡ് എന്നുള്ളത് നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ എന്നുള്ളത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഇൻറ്റൻസിറ്റി, നമ്മുടെ സ്ട്രെങ്ത് എത്രയാണ് അതിനൊക്കെ അനുസരിച്ച് നമുക്ക് തന്നെ അത് നല്ല രീതിയിൽ ആ ഒരു വർക്കൗട്ട് റൊട്ടീൻ നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഫസ്റ്റ് അതിൻ്റെ സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. അതിന് മുമ്പ് ഏതൊരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് റൊട്ടേഷനൊക്കെ ഒന്ന് ചെയ്യുക, ജസ്റ്റ് വാമപ്പ് എടുക്കാൻ പറ്റണമെങ്കിൽ ഏറ്റവും നല്ലത്. ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ട്രെച്ചിങ്ങിലൂടെയാണ്. ജസ്റ്റ് നമുക്ക് ചെസ്റ്റ് സ്ട്രെച്ച് ചെയ്യാം, ചെസ്റ്റ് ആൻഡ് ബാക്ക് പാർട്ട്. എക്സ്ഹേൽ, സ്ട്രെച്ച് മാക്സിമം. യെസ്, 1 2 3 4 5. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ബാക്കിലത്തെ മസിൽസ് ഒക്കെ യൂസ് ഓഫ് വിങ്സിൻ്റെ പാർട്ടും ആ ഒരു ഭാഗമൊക്കെ. ദെൻ അതേപോലെ തന്നെ ചെസ്റ്റിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ചെസ്റ്റ് മസിൽസിന് സ്റ്റാർട്ട് ചെയ്യണത് ബാൻഡ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. നമ്മുടെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് ഷോർട്ടൺ ചെയ്യുക. അതേപോലെ നമുക്ക് എങ്ങനെയാണ് സ്ട്രെങ്ത് അതിനനുസരിച്ച് നമുക്ക് ഷോർട്ടൺ ആൻഡ് ലോങ് ലെവലിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ദെൻ പുഷ് ചെയ്യാണ്. അപ്പോൾ മാക്സിമം നമ്മുടെ ചെസ്റ്റ് കോൺട്രാക്ഷൻ ശ്രദ്ധിക്കുക. 1 2 3 4 5 6 7 8. യെസ്, എത്രയാണോ നിങ്ങളുടെ റെപ്പിറ്റീഷൻ, 12 റെപ്പിറ്റീഷൻ ചെയ്യാൻ പറ്റും 12 റെപ്പിറ്റീഷൻ ചെയ്യുക. ദെൻ ചെസ്റ്റ് ഇത് ട്രൈസെപ്സിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ബാൻഡ് അടിയിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ദെൻ ട്രൈസെപ്സ് കൊടുക്കുക. 1 2 3 4 5 6 7 8. യെസ്, ദെൻ ചേഞ്ച്. നമ്മൾ റൈറ്റ് ലെഗ് ഹാൻഡ് ആംസിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ലെഫ്റ്റിലും ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നമുക്ക് പിന്നെ വരുന്നൊരു പോർഷനാണ് ഷോൾഡർ. അപ്പോൾ ഒന്നുകൂടി ഇൻറ്റൻസിറ്റി കൂടുതലുള്ള ഒരു ബാൻഡിലേക്ക് നമുക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാൻഡാണ്. അത് ഫ്ലാറ്റ് ആണെങ്കിൽ ഇതൊന്നും കൂടി സ്ട്രോങ് ആണ്. നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ലിഫ്റ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8. എപ്പോഴും ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റിക്ക് എതിരെ വെയിറ്റ് എപ്പോൾ പൊക്കുമ്പോഴും അല്ലെങ്കിൽ മസിൽ കോൺട്രാക്ഷൻ വരുമ്പോൾ ബ്രെത്ത് ഔട്ടാണ്. ഒരിക്കലും ഹോൾഡ് ചെയ്ത് പിടിക്കരുത്. ബ്രെത്ത് എക്സൈൽ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നമുക്ക് ട്രാസ് മസിൽ ഫ്രണ്ട് റൈസ് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് 1 2 3 4 5 6 7 8. യെസ്, ദെൻ ചേഞ്ച് ചെയ്യുക. നമുക്ക് ബൈസെപ്സ് പാർട്ടിന് കൊടുക്കണമെങ്കിൽ ഹോൾഡ് ചെയ്യുക, ബാർബിൾ ഹോൾഡ് ചെയ്യുന്ന പോലെ, ഡംബിൾ ഹോൾഡ് ചെയ്യുന്ന പോലെ. ദെൻ ലിഫ്റ്റ് 1 3 4 5 6 7. ലാസ്റ്റ് 1 8. റിലാക്സ്. നല്ല കോൺട്രാക്ഷൻ ആണ് കിട്ടുക. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് വരും. നമുക്കിനി അതൊരു ലോവർ പാർട്ട് ബോഡിക്ക് കൊടുക്കുകയാണെങ്കിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ദെൻ 1 സ്ക്വാട്ട് 2 3 4 5. യെസ്, നമ്മുടെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് മാറ്റം കൊണ്ടുവരാം. അപ്പോൾ ഓരോരുത്തരുടെ സ്ട്രെങ്ത് എങ്ങനെയാണോ ആ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ആ ഒരു വർക്കൗട്ട് റൊട്ടീൻ പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, ദെൻ ലൂപ്പാണ്, എളുപ്പത്തിൽ ചെയ്യാം. നമ്മുടെ കാലുകളിലേക്ക് ഇടുക. ദെൻ ലെഫ്റ്റ് സൈഡ് വൈസ്. അഡക്ടേഴ്സ് ആൻഡ് അബ്ഡക്ടേഴ്സ് മസിൽസിനെ എഫക്ട് ചെയ്യുന്ന വർക്കൗട്ടാണ്. 1 2 3 4 5 6
Again change. 1, 2, 3, 4, 5, 6. Front rise കൊടുക്കാം. 1, 2, 3, 4, 5. Then change. 1, 2, 3, 4, 5. ഏറ്റവും എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സമയമെടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഒരു ബിഗിനർ സ്റ്റേജിലേക്ക് മാത്രമുള്ള വർക്കൗട്ട് റൊട്ടീനാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സമയമെടുത്ത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻസിറ്റി, നിങ്ങളുടെ സ്ട്രെങ്ത്ത് അത് കളയാതെ കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാണുന്ന പോലെയല്ല, അത്യാവശ്യം ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾക്ക് ഹൈ ഇൻറ്റൻസിറ്റിക്കാണെങ്കിൽ എടുക്കാം, ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യണമെങ്കിൽ ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യാം. അപ്പോൾ തിരക്കുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബാൻഡ് കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഫുൾ ബോഡി വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു ബിഗിനർ ലെവൽ മാത്രമാണ്. ഇതിൽ തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. ഒരുപാട് നല്ല 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 രീതിയിൽ അപ്പ് ഡൗണിനായാലും ലെഗ്, ഗ്ലൂട്ട് എല്ലാ പാർട്ടിനും ഇൻറ്റൻസിറ്റിയിൽ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വർക്കൗട്ട് റൊട്ടീനൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ബിഗിനർ സെക്ഷൻ മാത്രമാണ്. സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവർ വീട്ടിലിരുന്നു കൊണ്ട് അവരെ എവിടെയാണോ, നമുക്ക് ഓഫീസിലാണെങ്കിൽ പോലും ഒരു 20 മിനിറ്റ്സ് നമുക്ക് വർക്കൗട്ട് ചെയ്യണം തോന്നുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് റൊട്ടീനാണ്. അപ്പോൾ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.